ഓം നമോ നാരായണായ. നാരായണീയം ദശകം 3. ഭക്തിപ്രാർത്ഥന. ശ്ലോകം 1. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണഗദാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തെ പരമമൂന് അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഹേ ഭക്താഭീഷ്ടദായകനായ ഗുരുവായൂരപ്പ, നിന്റെ നാമങ്ങൾ ചൊല്ലുകയും നിന്റെ രൂപം ധ്യാനിക്കുകയും നിന്റെ ഗുണഗണങ്ങൾ പാടുകയും കഥിക്കുകയും ചെയ്തുകൊണ്ട് സദാ പരമാനന്ദത്തിൽ മുഴുകിക്കഴിയുന്ന ഏതൊരു ഭക്തനുണ്ടോ അവനെ മാത്രമേ ഭാഗ്യവാന്മാരായി ഞാൻ കരുതുന്നുള്ളൂ. ഏത് ഭക്തനാണ് ഭാഗ്യവാൻ എന്ന് കവി ഇവിടെ സ്മരിക്കുന്നു. ഭക്തി നവവിധമാണെന്നും ആ നവവിധ ഭക്തിയിൽ കൂടി ജീവിതം നയിക്കുന്ന ഭക്തനാണ് ഭാഗ്യവാൻ എന്നും കവി വിചാരിക്കുന്നു. ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, രൂപം സ്മരിക്കുക, അവതാര കഥകൾ പറയുക, ഈശ്വര സ്മരണയിൽ ചരിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ നവവിധ ഭക്തിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ആ ഭക്തി കൈവരുന്നവർ ഭാഗ്യവാന്മാരാണ്. ശ്ലോകം 2. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപി അനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരദയാം ഭവത്പാദാംബോജസ്മരണരസികോ നാമനിവഹാൻ അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ഗുരുവായൂരപ്പ, രോഗഗ്രസ്തനായ എനിക്ക് വേദന സഹിക്കാനാവാതെ ആയിരിക്കുന്നതിനാൽ എൻ്റെ മനസ്സ് അങ്ങയുടെ പാദസേവനം ചെയ്ത് രസിക്കാൻ പോലും കഴിയാതായിരിക്കുന്നു. കഷ്ടം തന്നെ വിഷ്ണുദേവ, അങ്ങയ്ക്ക് ഈ ദീനനിൽ ദയ തോന്നണമേ. അങ്ങയുടെ ഭജനം പൂർത്തീകരിക്കാനാവാതെ വന്നാലും വല്ല വിജന സ്ഥലത്തും താമസിച്ച് നാമകീർത്തനം ചെയ്തും അങ്ങയുടെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ടും ജീവിക്കണമെന്നാണ് ആഗ്രഹം. വ്യാധി ശമിപ്പിക്കുന്നതിനായി ഭജനത്തിനെത്തിയ കവി വേദന സഹിക്കാനാവാതെ ദുഃഖിക്കുന്നു. ഭജന പൂർത്തി വരുത്താതെ ഗുരുവായൂരിൽ നിന്ന് പോകേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെടുന്നു. എവിടെ വസിക്കാൻ ഇടവന്നാലും ഭഗവത് പാദസേവ ചെയ്യുന്നതിനും നാമകീർത്തനത്തിനും ആഗ്രഹിക്കുന്നു. അതിന് ഭഗവത് കൃപയുണ്ടാകണമേ എന്ന് യാചിക്കുന്നു. തൻ്റെ രോഗനിവാരണത്തിനും ഭക്തി സംഭവിക്കുന്നതിനും ഭഗവാനോട് കേണപേക്ഷിക്കുന്നു. ഓം നമോ നാരായണായ.